കുട്ടിക്കാലത്ത് നമ്മുടെ ഉമ്മമാര് നമ്മുടെ തൊട്ടിലിൽ താരാട്ടുന്ന സമയത്ത് അവര് കേൾപ്പിച്ച അധികം ദിക്ർ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നങ്ങനെ ആ ദിക്ർ ചൊല്ലിയാൽ കുറെ ആ ദിക്ർ ഇങ്ങനെ കേൾപ്പിച്ചു. ഇടക്ക് ആ കുട്ടിയൊന്ന് ഉണരുകയാണെങ്കിൽ പിന്നെ ഉമ്മാമയോ മറ്റോ ആരെങ്കിലും വന്നിട്ട് തൊട്ടിൽ പിടിച്ചിങ്ങനെ ആട്ടുന്ന നേരത്ത് അവര് പിന്നെയും ചൊല്ലും ദണ്ണം സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദിരിങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. കേൾക്കുന്നത് മുഴുവനും ഇതുപോലെയുള്ള ദിക്റുകളാണ്. തൊട്ടിലിൽ കിടക്കുന്ന ആ കുട്ടി ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണരുന്ന സ്വഭാവമില്ല. ഇടക്കിടക്ക് ആ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ കുട്ടി വേറെ എങ്ങോട്ടോ നോക്കി ചിരിക്കുന്നു. എങ്ങോട്ട് നോക്കിയാണ് കുട്ടി ചിരിക്കുന്നതെന്നറിയുമോ? കുട്ടിയുടെ മനസ്സും ശരീരവും വിശുദ്ധമാർന്നതായതുകൊണ്ട് മലക്കുകളെ കണ്ട് കുട്ടി ചിരിക്കും, മലക്കുകളെ നോക്കി ചിരിക്കും. ഷഹാദത്ത് കലിമ കുട്ടി ചൊല്ലുമോ? ചൊല്ലും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, 2 വർഷം കുട്ടിയെ പോറ്റുന്ന ഉമ്മമാരോട് 2 വർഷത്തിനിടക്ക് കുട്ടിയുടെ കരച്ചിലിനെ പറ്റി നിങ്ങൾ കുട്ടിയെ പഠിക്കരുത്. അതിലാദ്യത്തെ 4 മാസം ഷഹാദത്ത് കലിമയുടെ കരച്ചിലാണ്. പിന്നെയുള്ള 4 മാസം ആ കുട്ടി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മറ്റു ആളുകളെയും അംഗീകരിച്ചുകൊണ്ട് രീതിയിലുള്ള കരച്ചിലാണ്. പിന്നെയുള്ള 8 മാസം 8 മാസമുള്ള കരച്ചിൽ മാതാപിതാക്കൾക്കുള്ള ഇസ്തിഗ്ഫാറാണ്. ഹദീസിൽ കാണാം അങ്ങനെ. കാരണം ആ കുട്ടിയുടെ മനസ്സും കണ്ണുമൊക്കെ തെളിഞ്ഞതുകൊണ്ട് ചിലപ്പോ തൊട്ടിൽ കിടക്കുന്ന കുട്ടി എങ്ങനെ ചിരിക്കുന്നത് കാണും. എന്ത് കണ്ടിട്ടാ പഠിച്ചവനെ ഈ കുട്ടി ചിരിക്കുന്നത്? നമ്മൾ കാണാത്തത് കണ്ട് ചിരിക്കുന്നു, നമ്മൾ കേൾക്കാത്തത് കേട്ട് ചിരിക്കുന്നു. ഇങ്ങനെ നല്ല വാസനകൾ നൽകിയിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളെ ഇടക്ക് വെച്ച് മുരടിപ്പിക്കാൻ പാടില്ല. നല്ല പക്വത എത്തുന്നത് വരെ ആ ശീലത്തിലായിട്ട് വളർത്തി വരണം. ഇടക്ക് എവിടോ ആരോ ഒന്ന് ഇടങ്ങേറാക്കി, അപ്പൊ ആ കുട്ടിയുടെ നേരത്തെയുള്ള അവസ്ഥകളൊക്കെ മാറിയിട്ട് പിന്നെ വേറെ രൂപത്തിലേക്ക് പോയി. 2 അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പരീക്ഷണമായിട്ട് നമുക്ക് തന്നത് 2 ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. 2 നമുക്ക് പരീക്ഷണത്തിന് തന്നതാണ്. ജയിച്ചു കയറണം. 2ലും അപജയങ്ങൾ സംഭവിക്കാൻ ഏറെ സാധ്യതയുണ്ട്. നല്ല നിരീക്ഷണങ്ങൾ വേണം, നല്ല പ്രാർത്ഥനയും വേണം, നല്ല പ്രവർത്തനവും വേണം. ദുആ മാത്രം പോരാ, പ്രവർത്തനം വേണം, പരിചരണം വേണം, ശിക്ഷണം വേണം. ചിട്ടയെത്ത ജീവിതം നമ്മിൽ നിന്ന് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കണം. അതിന് നമ്മളെ ജീവിതത്തിൽ വെറുതെ എന്ന് പറയാൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് ചിട്ട ഉണ്ടാകുക. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഉള്ള ആളുകളിലേക്ക് 3 തരത്തിലുള്ള ആളുകളെയാണ് മഹാനവറുകൾ തരംതിരിക്കുന്നത്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ തുമ്മസ്തഗിൽ ബിൽ ഇൽമി ഔ ബിഇബാദത്തിൻ ഔ ബിൽ മഈശത്തി വഖ്തറന്നൽ അഫ്ളല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്ന ആൾ ഇൽമുമായി ഏർപ്പെടണം. പഠിക്കാൻ പോകാൻ അയാൾക്ക് ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല. കുറെ അയാൾ പഠിച്ചിട്ടുണ്ട്, ഇനി ആ പഠനം പ്രാവർത്തികമാക്കുകയാണോ? എന്നാൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട് കഴിയണം. അതല്ലെങ്കിൽ ലൗബിൽ മഈഷ, ജീവിതോപാധിക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, തൊഴിലിന് വേണ്ടി പോകണം. 3-4 രൂപത്തിലാണ് ആളുകളെ തരംതിരിക്കുന്നത്. മുതഅല്ലിമുകൾ മദ്രസയിലും സ്കൂളിലും പഠിക്കുന്നവർ ഇൽമുമായി ബന്ധപ്പെടും. ജോലിക്ക് പോകാനില്ല, ഇൽമു പഠിക്കാനില്ല, എന്നാ പിന്നെ അവർക്ക് നല്ലൊരു ഇബാദത്ത് അങ്ങ് തരാം, കൈലൂലത്തിന്റെ ഉറക്കം. നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചാൽ അവർക്കുള്ളൊരു ഇബാദത്താണത്. കൈലൂലത്തിന്റെ നല്ലൊരു ഉറക്കം ഉറങ്ങണം. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയല്ല, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഔറാദുകളൊക്കെ ചൊല്ലണം. ഔറാദുകൾ ചൊല്ലുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. മഹാനവറുകൾ പറയുന്നുണ്ട്, ഔറാദുകൾ ചൊല്ലുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. പതിവായി ചൊല്ലുന്ന ഔറാദുകൾ, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരുണ്ടാകും, യാസീൻ ഓതുന്നവരുണ്ടാകും, അതിനിടയിൽ സംസാരിക്കാൻ പാടില്ല.
പതിവായി ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും ഖുർആൻ സൂക്തങ്ങളും അതങ്ങനെ അതിൽ നീ മുഴുകണം. ഇടയിൽ നീ മറ്റു സംസാരങ്ങൾ സംസാരിക്കരുത്. അത് തീർന്നു കഴിഞ്ഞാൽ അപ്പോഴേക്ക് സൂര്യൻ ഉദിച്ചിട്ടുണ്ടാകും. പഠിക്കാനുള്ളവർ പഠന മേഖലയിലേക്ക് നീങ്ങണം. ജോലിക്ക് പോകാനുള്ളവർ ജോലിക്ക് വേണ്ടി പോകണം. രണ്ടിനുമില്ലാത്ത ആളുകൾ അവർ ഖൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങിയിട്ടൊരു ഇബാദത്ത് എടുക്കണം. അല്ലെങ്കിലോ മറ്റു ഖുർആനോത്തോ മറ്റു കാര്യങ്ങളോ ആയി ബന്ധപ്പെടണം. മൂന്നിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നീ സെലക്ട് ചെയ്യണം. അതാദ്യം പറഞ്ഞതാണ്. അറിവുമായി ബന്ധപ്പെട്ട് നീ കഴിയണം. അങ്ങനെ ജീവിതത്തിന്റെ ചിട്ടകൾ മഹാനവറുകൾ പറയുകയാണ്. ഓരോ സമയവും വെറുതെയാകാൻ പാടില്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് കാര്യമായി പണിയൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അവർ പണിക്ക് പോകുന്നതെങ്കിൽ, ഇടയിലുള്ള സമയമുണ്ട് ഒരു 2 മണിക്കൂർ. ആ 2 മണിക്കൂർ നേരം എന്തു ചെയ്യണം? വെറുതെ ഉറങ്ങി തീർക്കരുത്, ഉറങ്ങണം. ഖൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങണം. അത് സുന്നത്താണ്. അതിനു മുമ്പ് ഖുർആനിന് മുന്നിൽ തപസ്സിരിക്കാൻ പറ്റുമോ? എന്നാൽ 1 മണിക്കൂർ അതിന് ചെലവഴിക്കണം. അത്ര കഴിയൂല, എന്നാൽ അരമണിക്കൂർ ചെലവഴിക്കണം. ബാക്കി സുബ്ഹിന്റെ സമയത്ത് ചൊല്ലുന്ന കുറെ ദിക്റുകളുണ്ട് ഹദീസിൽ വന്നത്. അത് മുഴുവനും ചൊല്ലി പതിവാക്കാൻ കഴിയുമോ? അങ്ങനെ ചൊല്ലണം. ദിക്റുകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശേഖരിച്ചിട്ടുണ്ട്. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഹിസ്ബുണ്ട്. പലരുടെയും പല രൂപത്തിലുള്ള ഹിസ്ബുകളുണ്ട്. സൗകര്യാർത്ഥം ഏതെങ്കിലും ഒന്ന് ലാസിമാക്കി ചൊല്ലണം. വൈകുന്നേര സമയത്തും അങ്ങനെ ദിക്റുകളുണ്ട്. ജോലി കഴിഞ്ഞ് ളുഹറിന്റെ ടൈം ആകുമ്പോ, ജോലിക്ക് പോകുന്ന ആളെ തർത്തീബ് എങ്ങനെ? ജോലിക്ക് പോയിട്ട് ളുഹറിന്റെ ടൈം ആകുമ്പോ ആ സമയത്ത് ജോലി മതിയാക്കി നീ നിസ്കരിക്കണം. ഫർളും നിസ്കരിക്കണം, സുന്നത്തും നിസ്കരിക്കണം. നിന്റെ ഈ നിസ്കാരം ജോലിക്കുള്ള ബറക്കത്താണ്. കിട്ടുന്ന വേതനത്തിന് അല്ലാഹു നൽകുന്ന ബറക്കത്താണ്. കാരണം ജോലിയെടുക്കാൻ നിനക്ക് ആരോഗ്യം തന്ന റബ്ബ്, ആ ജോലി എടുക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കാൻ ആരോഗ്യം തന്ന റബ്ബ്, ഭക്ഷണം കഴിക്കാൻ ഒരു തടസ്സവും ഇല്ലാതെ സുന്ദരമായ മാർഗങ്ങൾ ഒരുക്കി തന്ന റബ്ബ് തആല, ഇത്രയും വലിയ രൂപക്ക് നീ ജോലിയെടുക്കുമ്പോ, ശമ്പളത്തിന് ജോലിയെടുക്കുമ്പോ അതിനിടയിൽ ഒരു 10 മിനിറ്റ് നീ മറന്നേക്കരുത്. ആ 10 മിനിറ്റ് മുഴുവൻ സമയത്തും ജോലിയെടുക്കണം. മുമ്പ് കാലത്ത് നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് പോകുമെന്ന് ഷർത്താക്കിയിരുന്ന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന രാജാവിനെ കേട്ടിട്ടില്ലേ? അവർക്ക് ഖിലാഫത്ത് കിട്ടുന്നതിന്റെ മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു. ആ കുട്ടി ഏറ്റവും കൂടുതൽ ഹാറൂൺ റഷീദിന്റെ ഭാര്യയുമായി അഥവാ ഉമ്മയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് കുട്ടിക്കാലത്ത് തന്നെ ഖുർആനുമായി വലിയ ടച്ചായിരുന്നു. സ്വലാത്ത് ധാരാളം ചൊല്ലുന്ന മോനായിരുന്നു. പിന്നെ ഭരണം കിട്ടിയപ്പോ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ, ഞാൻ ഇവിടെ നിങ്ങളെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നീക്കുന്നത് പോലെ ഭരണത്തിന്റെ ചക്രം ഞാൻ നീക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ ദുനിയാവും ആഖിറവും പോകുമെന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് പുറം നാട്ടിലേക്ക് പോകണം, സമ്മതം തരുമോ? രാജാവിന്റെ മോനാണ് ചോദിക്കുന്നത്. രാജാവിന്റെ കുഞ്ഞ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം, ആ വലിയ രാഷ്ട്രം ഭരിക്കുന്ന രാജാവ് മക്കയും മദീനയും അടക്കം ബഗ്ദാദ് തലസ്ഥാന നഗരിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഹാറൂൺ റഷീദ് ആ കൊട്ടാരത്തിൽ ഒരു സഭ വിളിച്ചപ്പോ, മന്ത്രിമാരുടെയും മറ്റുമൊക്കെ യോഗം വിളിച്ചപ്പോ, ഈ ചെറിയ കുട്ടി 10-14 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ വസ്ത്രവിധാനങ്ങൾ കണ്ടപ്പോ ബാക്കിയുള്ളവരൊക്കെ ഇത് രാജാവിന്റെ മോനാണോ, പ്രൗഢി ഇത്തിരി കുറവാണല്ലോ, ഈ കുട്ടിക്ക് പുതുമയൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് രാജാവിനോട് കംപ്ലൈന്റ് പറഞ്ഞു. രാജാവിന്റെ മക്കളാകുമ്പോ അത്യാവശ്യം പ്രൗഢിയിലുണ്ടാകും, അതൊരു തെറ്റല്ല. രാജാവിന്റെ മക്കളാകുമ്പോ കമനീയമായ വസ്ത്രം ധരിക്കും, അതവരുടെ പ്രമാണിത്വത്തോട് പ്രൗഢിയോട് ചേർന്നതാണ്. ഇസ്ലാമിന് അതിന് എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ആ കുട്ടി അങ്ങേയറ്റത്തെ സുഹൃദിന്റെ വാസനയുള്ള കുട്ടിയാണ്, ത്യാഗബോധം നന്നായി മനസ്സിലുള്ള കുട്ടിയാണ്. ആ കുട്ടി രാജാവിനോട് ബാക്കിയുള്ളവരൊക്കെ പരാതി പറഞ്ഞപ്പോ കുട്ടിയെ രാജാവ് വിളിച്ചു, മോനെ, നീ എന്നെ വഷളാക്കിയല്ലോ, നിന്റെ ഈ വസ്ത്രം മാറ്റണമല്ലോ. അപ്പൊ കുട്ടി പറഞ്ഞു, വാപ്പാ, വഷളത്തരം എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് കാണിച്ചു തരാം. നിങ്ങളെ നോക്കിയേ, അത് ആ കാണുന്ന മതിലിലേക്ക് അവിടെ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട. ഞാൻ ആ പക്ഷിയെ വിളിക്കാൻ പോവുകയാണ്, നല്ലോണം ശ്രദ്ധിച്ചു. ആ ചെറുപ്പക്കാരൻ, 14 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അതൊക്കെയാണ് കഴിവ് എന്ന് പറഞ്ഞത്. വിളിച്ചു, അയ്യുഹത്വാഇർ, പക്ഷി, ബില്ലദീ ഖലഖക്, നിന്നെ പടച്ച് സംവിധാനിച്ച റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ, ഒന്നവിടെ എഴുന്നേറ്റ് വന്ന് എന്റെ കയ്യിലിരിക്കുമോ?
പക്ഷി അതാ പറന്നു വരുന്നു, ഈ കുട്ടിയുടെ കയ്യിലിരിക്കുന്നു. തിരിച്ചുപോയി അങ്ങോട്ടിരിക്കാൻ പറയുന്നു, അവിടെ പോയിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞു, ഉപ്പാ നിങ്ങളൊന്ന് കൈനീട്ടൂ. പക്ഷി പറയുന്നു, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, ഇന്നെല്ലാവരും അമീറുൽ മുഅ്മിനീൻ എന്ന മേൽവിലാസത്തിൽ വിളിക്കുന്ന എന്റെ ഉപ്പാന്റെ കയ്യിലൊന്ന് വന്നിരിക്കുമോ? പക്ഷി അനങ്ങിയില്ല. കുട്ടി പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് വേഗം പോണം, കുറച്ചുകൂടി ഞാൻ നിന്നാൽ നിങ്ങളെ ദുനിയാവിന്റെ ചതിയിൽ ഞാൻ അകപ്പെട്ടു പോകും. നിങ്ങളിരിക്കുന്ന ഭരണചക്ര കസേര ഞാൻ കറക്കേണ്ടി വരും. എനിക്ക് സമ്മതം തരണം. കൂടെ എനിക്ക് കൂട്ടിനായിട്ടൊരു മുസാഫ് തരണം. എനിക്കുള്ള നേരം പോക്കാണ് മുസാഫ്. ഒറ്റക്ക് നമുക്ക് ഖബറിൽ കഴിയണ്ടേ? അള്ളാഹു നമ്മളെ ഖബറിനെ നന്നാക്കി തരട്ടെ. അവിടെ കൂട്ടിന് വേണോ സഹോദരങ്ങളെ? ഉമ്മമാരെ ഉപ്പമാരെ മക്കളോടൊപ്പം ഇരുന്നു കൊണ്ട് ഖുർആന്റെ മുന്നിൽ തപസ്സിരിക്കണം. നമ്മളെ വീട് ഖുർആന് കൊണ്ട് രാവിലെയും വൈകുന്നേരവും ബറക്കത്തിന്റെ ശബ്ദം മുഴങ്ങുന്ന വീടാകണം. അതിന് ഉസ്താദെ മൊബൈലിൽ ഖുർആൻ ഓത്തിടലുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. നമ്മളെ നാവ് കൊണ്ട് ഖുർആൻ ഓതിട്ട് സന്തോഷമുള്ള ഓത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ മുഴങ്ങണം. എല്ലാ റൂമിൽ നിന്നും ഖുർആനോത്ത് ഇങ്ങനെ മുഴങ്ങുന്ന ഒരു വീട്ടിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. എന്തായിരിക്കും ആ വീട്ടിലൊക്കെ അല്ലാഹു തആല നൽകുന്ന ഒരു ബറക്കത്തിന്റെ കട്ടിയും കനവും. ഒരു വീട്ടില് 10 അംഗങ്ങളുണ്ടെങ്കിൽ 10 ആളുകളും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നിട്ട് ഖുർആൻ ഓതുമ്പോ എന്തായിരിക്കും ആ വീട്ടിലേക്ക് ഇറങ്ങുന്ന മലക്കുകളുടെ സംഘത്തിന്റെ വലുപ്പം എത്രയായിരിക്കും? എല്ലാത്തിനും ഒരു വ്യൂഹം. ആയിരക്കണക്കിന് 10,000-കണക്കിന് മലക്കൾ ഇങ്ങനെ പടിപടിയായി ഇറങ്ങി ഇങ്ങനെ വരും. അവരങ്ങനെ ഇറങ്ങി വന്നിട്ട് സന്തോഷിക്കും. അള്ളാഹുവിനോട് ഇഷ്ടം പോലെ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യും. ആ വീട്ടുകാർക്ക് വലിയ കാവലിന് വേണ്ടി ദുആ ചെയ്യും. മാറാരോഗങ്ങളില്ല, പകർച്ചവ്യാധികളില്ല, മാനസിക പിരിമുറുക്കങ്ങളില്ല, ടെൻഷനുകളില്ല, ഉദ്ദേശങ്ങൾ പിന്തിക്കപ്പെട്ടു പോകുന്നില്ല. എല്ലാറ്റിനും വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് ദ്വാരക്കും. കാരണം ഈ വീട് ഏറ്റവും കൂടുതൽ ശബ്ദമുഖരിതമാകുന്നത് അള്ളാഹുവിന്റെ കലാമു കൊണ്ടാണ്, ഖുർആൻ കൊണ്ടാണ്. ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹു ഏറ്റവും ഇഷ്ടം വെക്കുന്ന ശബ്ദം, സ്വർഗലോകം ഏറ്റവും കൊതിക്കുന്ന ശബ്ദം ഖുർആനിന്റെ ശബ്ദമാണ്. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ കേട്ടുനിന്ന ശബ്ദം, മണിക്കൂർ കണക്കിന് കേട്ടുനിന്ന ശബ്ദം ഖുർആനിന്റെ ശബ്ദമാണ്. ഒന്നും രണ്ടും സഹാബിമാരെ ഓത്തല്ലല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടത്. ലക്ഷം വരുന്ന സഹാബത്തിന്റെ ഓത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടില്ലേ? സ്പെഷ്യലായി പലരെയും വിളിച്ചിടക്കിടക്ക് ഖുർആൻ തങ്ങൾ കേട്ടില്ലേ? ആ കേൾക്കുന്ന ആ ഒരു സംഭവം നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണെന്ന് പറഞ്ഞില്ലേ? മറ്റൊരാൾ ഓതുന്ന ഖുർആൻ അത് കേൾക്കുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഈ കുട്ടി പറഞ്ഞു, എനിക്ക് നിങ്ങളൊരു ഖുർആൻ തരണം, അടയാളത്തിനൊരു മോതിരവും തരണം, നിങ്ങളെ മോനാണ് എന്നുള്ള അടയാളത്തിനൊരു മോതിരം. ആ കുട്ടി വേറൊരു നാട്ടിലേക്ക് പോയി. അവിടെ ജോലിക്ക് പോകുന്ന ഈ കുട്ടിന്റെ ഷർത്ത് എന്താണെന്നറിയോ ചെറുപ്പക്കാരെ, ഉമ്മമാരെ ഉപ്പമാരെ? ഈ കുട്ടിന്റെ ഷർത്ത് ജോലിക്ക് വിളിക്കുന്നവരോടൊക്കെ പറയും, ളുഹ്റുവാൻ കൊടുത്താൽ പള്ളിയിൽ പോയി ജമാഅത്ത് കഴിഞ്ഞിട്ടേ ജോലിക്ക് വരുള്ളൂ, അസ്റുവാൻ കൊടുത്താലും പള്ളിയിൽ പോയി ജമാഅത്ത് കഴിഞ്ഞിട്ടേ ജോലിക്ക് വരുള്ളൂ. ഇതൊരു മുത്താണ് ആ മകൻ. അങ്ങനെയുള്ളവര് വിളിച്ചാൽ മതി. ഇഷ്ടംപോലെ ജോലിക്ക് വിളിക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ ആ കുട്ടിക്ക് അല്ലാഹു തആല കൊടുത്ത ബറക്കത്ത് ചെറുതൊന്നുമല്ല. ആ കുട്ടി എന്തെങ്കിലും ഒരു പണി പറഞ്ഞു കൊടുത്താൽ ആ പണി 4-5 ദിവസങ്ങളെ കൊണ്ടുള്ള പണി ഒരൊറ്റ ദിവസം തന്നെ എടുത്തു തീർക്കും. അതിന് മാത്രമുള്ള ബറക്കത്ത് അല്ലാഹു തആല കൊടുത്തത്. പലരും പറയും അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? 500 മുഴം നീളമുള്ള മതിലല്ലേ ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം 2 കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചപ്പോഴേക്ക് സെറ്റപ്പായി നിന്നത്? മണ്ണ് കുഴച്ചിട്ടുണ്ടോ? ഇല്ല. സിമന്റ് ഒന്നും കലക്കി പറഞ്ഞിട്ടില്ല. ഒരു കല്ലും മറ്റൊരു കല്ലിന്റെ മേൽ തൊട്ട് വെച്ചിട്ടില്ല. ഒരു ചുമര് കണ്ട് യുരീദു അൻ യൻഖല്ല, സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതാറില്ലേ? പൊളിഞ്ഞു വീഴാനായ ഒരു ചുമര്, നല്ല ഹൈറ്റുള്ള ചുമരാണ്, നല്ല വീതിയുണ്ട്, നീളമുണ്ട്. ഫഅഖാമഹു, മഹാനവറുകൾ അതങ്ങ് നിർത്തി. എങ്ങനെ നിർത്തിയത്? ഇശാറത്ത് കൊണ്ടാണ്. കൈ ഇങ്ങനെ അങ്ങനെ ഒന്ന് ഇശാറത്താക്കിയപ്പോ എല്ലാ വിള്ളലും മാറി സെറ്റപ്പിൽ ഇത്ര പെട്ടെന്ന്. 2, 3, 4 ദിവസം എടുത്താ പോരാ ജോലിക്ക്. അതിന് വല്ലൊന്നും ഉപകരണം ഉണ്ടോ? ഇല്ല. കണ്ടുപിടിക്കപ്പെട്ടില്ല, കണ്ടുപിടിക്കൂല.
എത്ര പെട്ടെന്നാ. അപ്പോഴാണ് ഇത്രയും വലിയ മതിൽ നിർമ്മിച്ചതിന് കണക്കാക്കുന്ന കൂലി കൊടുക്കുകയാണെങ്കിൽ 1-2 ദിവസത്തെ കൂലി കൊടുത്താൽ മതിയാകൂല. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് നിങ്ങൾ ഒന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പണിക്ക് കൂലി വയ്ക്കായിരുന്നു നമുക്ക്. ഇതിന് മുമ്പൊന്ന് ചോദിച്ചാൽ മതി, തരും. അങ്ങനെ എത്ര പെട്ടെന്നാണ് ഈ സെറ്റപ്പുള്ള പണിയെടുത്തത്, കൊടുക്കും ചെയ്യും. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഭക്ഷണം കിട്ടാനല്ലേ കൂലി, ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു തആല ഒരു നല്ലൊരു ആടിനെ ഇറക്കി കൊടുത്തു, നല്ലൊരു വേവിച്ച ആടിന്. അതിന്റെ ഒരു ഭാഗം പൊരിച്ചതും ഒരു ഭാഗം വേവിച്ചതുമാണ്. വേവിച്ച ഭാഗം മൂസാ നബി അലൈഹി സ്വലാമിനും പൊരിച്ച ഭാഗം ഖദർ അലൈഹി സ്വലാമിനും. അതെന്താ അങ്ങനെ? മൂസാ നബി അലൈഹി സ്വലാം നേരത്തെ ഭക്ഷണത്തിന് ആഗ്രഹിച്ച് ഈ ഷർത്തൊക്കെ വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഡിഗ്രി കുറച്ച് കുറഞ്ഞു. ആഗ്രഹിക്കാതെ കിട്ടുമെന്നുള്ള അല്ലാഹു തആല തരുമെന്നുള്ള നിശ്ചയത്തോടു കൂടെ ഇരുന്നപ്പോ ഖദർ അലൈഹി സ്വലാമിന് പൊരിച്ചത് കൊടുത്തു, എന്നെ ഇറക്കി കൊടുത്തു. എത്ര പെട്ടെന്നാ പണി തീർത്തത്. അതുപോലെ ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് പണിയെടുക്കും. പക്ഷെ ഷർത്ത് എന്താ? ളുഹർ വാങ്ങി വിളിച്ചാൽ ജമാഅത്തിന് പോകും, നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടേ പണിയെടുക്കൂ. അസ്ർ വാങ്ങി വിളിച്ചാലും ജമാഅത്തിന് പോകും, നിസ്കാരം കഴിഞ്ഞിട്ടേ പണിയെടുക്കൂ. ഞാൻ എന്തിനാ അത് പറഞ്ഞത് എന്നറിയോ? മുൻഗാമികളിലൊക്കെ അങ്ങനെ ഒരു ചര്യ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, ഈ നാടിന്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ നിസ്കാര പള്ളികൾ, സാമ്പികൾ കാണാം. എങ്ങനെയാണത് വന്നത്? പലതും ഇന്നും പല സ്ഥലങ്ങളിലും മൗഖൂഫല്ല, മുസബ്ബലാണ്, മൗഖൂഫല്ല, പൊതുവാണ്, പക്ഷേ മൗഖൂഫല്ല. വഖഫ് ചെയ്യപ്പെട്ട പള്ളികളല്ല പലതും. എന്താ കാരണം? അന്നത്തെ കർഷകന്മാർ വലിയ ഈമാനുള്ളവരായിരുന്നു, വലിയ ഇഖ്ലാസ് ഉള്ളവരായിരുന്നു. ഇതുപോലെയുള്ള മദ്രസകളിൽ പഠിച്ചവരല്ല. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഓത്തുപള്ളിയിൽ പഠിച്ചവരാണ് പലരും. അതിനു മുമ്പുള്ളവരോ 40 ദിവസത്തെ 50 ദിവസത്തെ വാദം കൊണ്ട് ഇസ്ലാമിനെ പഠിച്ചവരാണ്. അവരാണ് ഈ ചെറിയ സ്രാമ്പി കെട്ടിയുണ്ടാക്കിയിട്ട് 5 മണി വരെ പണിയെടുക്കുമ്പോ ളുഹറിന്റെ വാങ്കുലി ഏതെങ്കിലും ഭാഗത്തുനിന്ന് കേൾക്കുമ്പോഴേക്ക് പാടത്തിന്റെ വരമ്പത്തുനിന്ന് കൈയും കാലും കഴുകിയിട്ട് നിസ്കരിക്കുന്നു. ശേഷം ഉച്ചഭക്ഷണം കഴിക്കുന്നു, വൈകുന്നേരം അസ്ർ നിസ്കരിക്കുന്നു. അവ്വൽ വക്ത് മാറുന്നില്ല. തൊഴിലാളികൾ കൂടെ നിസ്കരിക്കുമ്പോ ജമാഅത്തും ലഭിക്കുന്നുണ്ട്, ജമാഅത്ത് പോലും പോകുന്നില്ല. അന്നത്തെ ജോലിയിൽ കിട്ടിയ വേതനം കൊണ്ട് നമ്മുടെ പഴയ തറവാട്ട് വീട്ടിൽ താമസിച്ചിരുന്നത് 13 കുടുംബങ്ങളാണ്, 10 കുടുംബങ്ങളാണ്, 7 കുടുംബങ്ങളാണ്. ഒരു കുടുംബത്തിൽ തന്നെ ഒരു മകന് തന്നെ മക്കൾ എത്രയോ ഉണ്ട്. അവരൊക്കെ അവിടെ തന്നെയാണ്, പഴയ തറവാട്ട് വീട്ടിലാണ്. അസ്വസ്ഥതകളില്ല, സങ്കുചിതത്വങ്ങളില്ല, ഒരാളും മാറിപ്പോകണമെന്ന ചിന്തയില്ല. എല്ലാവർക്കും ബറക്കത്താണ്, ഐശ്വര്യമാണ്, സന്തോഷമാണ്, മനപ്പൊരുത്തമാണ്. അന്യോന്യം വക്കാണങ്ങളില്ല, തർക്കങ്ങളില്ല. മറ്റൊരാൾ എന്താ വീടെടുത്തു പോകാത്തത് എന്നൊരു ചോദ്യമില്ല. അത്രയും മനസ്സിന്റെ സംതൃപ്തിയാണ്. കാരണം അധ്വാനിച്ചിട്ട് തുച്ഛം വിലക്ക് കൊണ്ടുവരുന്ന ഈ ഉപ്പാന്റെ അധ്വാനത്തിൽ അള്ളാഹു കൊടുത്ത ബറക്കത്താണ്. കഞ്ഞി കൊണ്ടുപോയി കൊടുക്കുന്ന മോനോട് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ മോനെ പോകല്ല, നീ ഉടുത്ത തുണി നിസ്കരിക്കാൻ പറ്റിയ തുണിയല്ലേ, അവിടെ ഒന്നൊന്ന് ഉളു കൊടുക്കൂ, നമുക്ക് അവിടെ വെച്ചൊന്ന് നിസ്കരിക്കാം ബാപ്പ പറയുന്നു. സ്രാമ്പിയിൽ വെച്ച് 2 പേരും കൂടി നിസ്കരിക്കുകയാണ് ജമാഅത്തായിട്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷവും ബറക്കത്തുമാണ് അല്ലാഹു നൽകിയിരുന്നത്. ഇന്ന് പണിക്ക് പോകും, ഇഷ്ടം പോലെ കൂലി കിട്ടും. 1000, 2000, 1500, 1200 ഒക്കെ കിട്ടും. ഹെൽപ്പർക്ക് വേറെ കിട്ടും, ശതമാനം വേറെ കിട്ടും, പലതും ഉണ്ട്. തൊഴിലാളികൾ നമ്മളെ ലിസ്റ്റിൽ ഇറങ്ങിയതാണെങ്കിൽ അതിന്റെ ശതമാനം വേറെ ഒക്കെ കിട്ടും. ബറക്കത്തില്ല. എന്താ ബറക്കത്തില്ലാത്തത്? നിസ്കാരമില്ല. ഒന്ന്. രണ്ടാമത്, നിസ്കരിക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടിയതല്ല ഇതൊന്നും. ബറക്കത്തില്ല. കൂടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ഒക്കെ നല്ല നല്ല പേരുള്ള ആൾക്കാരാണ്. നമ്മൾ ഇറക്കുമതി ചെയ്താണ് ബംഗാളിൽ നിന്നും, കൊൽക്കത്തയിൽ നിന്നും, ഒറീസയിൽ നിന്നൊക്കെ. പേരൊക്കെ ചോദിച്ചാൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയും. അത്രയും നീളമുള്ള പേരാ, നല്ല മുത്തുമണി പേരാണ്. പക്ഷേ നിസ്കാരം, നമാസ് മാലും നെയ്യേ അറിയില്ല, ഒന്നും അറിയില്ല. ഫാത്തിഹ സൂറത്ത് എന്നുള്ള സൂറത്തുണ്ട് എന്ന് ആരോ പറഞ്ഞു കേട്ട പരിചയമുണ്ട്. നമ്മൾ അവർക്ക് പഠിപ്പിക്കണം. ഫാത്തിഹ മാത്രം പഠിപ്പിക്കണം, കൂടെ നിസ്കരിപ്പിക്കണം. 5 തൊഴിലാളികൾ നമ്മുടെ കൂടെയുണ്ടോ, നിസ്കരിപ്പിക്കണം. അത് നമ്മൾ അവരോട് ചെയ്യുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്, വലിയൊരു ദീനീ ദഅവത്താണ്. ഒരു മൊയിലേറയിക്കൊള്ളുന്നില്ല അതിന്.
ആർക്കും പറ്റും. ഫാത്തിഹ സൂറത്ത് ഓതിക്കൊടുത്ത് പഠിപ്പിച്ച് നിസ്കാരം കൊണ്ട് കാണിപ്പിച്ചു കൊടുത്ത് അതിന്റെ ശൈലിയൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുത്ത് അവനാന് കിട്ടുന്ന ഭാഷയിൽ അല്ലെങ്കിൽ ആ ഭാഷയിൽ പറയാൻ പറ്റിയ ഒരാളെ കൊണ്ടുവന്നിട്ട് പറയിപ്പിച്ച് റെഡിയാക്കി 2-3 ദിവസത്തെ കോച്ചിങ് ക്ലാസ്സുകൾ കൊടുത്തിട്ട് അവരോട് നിസ്കരിക്കണം, നിങ്ങൾക്ക് എത്ര കൂലിയിലും വർക്കത്തൊക്കെ ഉണ്ടാകും. നിസ്കരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരങ്ങ് മാറിയാൽ, അവരെ കുടുംബം അതുവഴി നന്നായി കിട്ടിയാൽ എത്ര വലിയ റാഹത്താണ്, എത്ര വലിയ ബർക്കത്താണ്. ആ കിട്ടുന്ന അവര് തരുന്ന ആ കിട്ടുന്നതിൽ 50 രൂപയാണോ ഓരോരുത്തരും വെച്ച് തരുന്നത്, വലിയ ബർക്കത്തുണ്ടാവും. ഇത് പണിക്ക് പോകുന്ന ആൾക്ക് ശമ്പളം കിട്ടാത്ത കുറവൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലല്ലേ, പക്ഷെ തികയുന്നില്ലല്ലോ. മാസക്കൂലി കൂട്ടി നോക്ക് നിങ്ങൾ, പഴയ കാലത്തെക്കാളും എത്ര ഇരട്ടി കൂടുതലാ. ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ ഇവിടെ എത്ര, സാധാരണ കൂലിപ്പണിക്ക് കൂലി എത്ര ഇവിടുത്തെ സിറ്റുവേഷൻ എത്ര? 800. അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. 800 ആണെങ്കിൽ 10 ദിവസം കൊണ്ട് എത്രയായി? 10 ദിവസം കൊണ്ട് എത്രയായി? 20 ദിവസം കൊണ്ട് എത്രയായി? പക്ഷെ ഒരു മാസം ഇത്ര അധികം കിട്ടിയിട്ടും തികയാതെ വീണ്ടും നമുക്ക് കടങ്ങളും ബാധ്യതകളും പെരുത്തു വരുന്നതിന്റെ പിന്നിലുള്ള കാരണം ബറക്കത്തില്ലാത്തതാണ്. ബറക്കത്തില്ലാത്തതിന്റെ കാരണം എന്താ? നിസ്കാരമില്ലാത്ത. നിസ്കാരം ഉണ്ടോ നല്ല ബറക്കത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ജോലി എടുക്കുന്നതിന്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് വിശ്രമിക്കാനും ഭക്ഷണത്തിനൊക്കെ 1 മണിക്കൂർ കിട്ടുന്നതിന് ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് ഭക്ഷണം കഴിച്ചിട്ട് 10 മിനിറ്റ് റാഹത്തോടെ ഇരുന്നോട്ടെ, ബുദ്ധിമുട്ടാക്കൊന്നും വേണ്ട, ജോലി എടുക്കുന്നവരല്ലേ. ഒരു 10 മിനിറ്റ് ഫർളും സുന്നത്തും നിസ്കരിക്കാൻ അള്ളാഹു തരുന്ന ബർക്കത്ത് എത്ര, ഒരു കുറവുണ്ടാവില്ല. മഴ കുറവാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് തൊഴിലാളി വന്നിട്ട് പറഞ്ഞു, ഇക്കൊല്ലം നിങ്ങൾക്ക് വരുമാനം കുറയും. അനസ് റളിയല്ലാഹു അൻഹു എന്തേ വരുമാനം കുറയും? മഴ കുറവാണ് തോട്ടത്തില്, എല്ലാ സമയത്തും കാരക്കകൾ കായ്ക്കുന്ന അത്ഭുതമുള്ള തോട്ടമാണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം. കാരക്കക്ക് സീസൺ ഉണ്ട്, നമ്മുടെ നാട്ടിൽ അടക്ക പോലെ സീസൺ ഉണ്ട്. അത് ചൂടുകാലാകുമ്പോ അങ്ങനെ വരും, നല്ല ചൂടാകുമ്പോ പറിക്കാൻ തുടങ്ങും, അങ്ങനല്ലേ. തണുപ്പ് കാലത്ത് ഉണ്ടാകൂല. പക്ഷെ ഈ തോട്ടത്തിൽ തണുപ്പ് കാലത്തുണ്ട് ചൂട് കാലത്തുണ്ട്. ആ കാരക്ക കുറയുന്നു പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹു എന്താ പകരം കൊടുത്തത്? കാരക്ക എനിക്ക് കുറയാൻ പാടില്ല, ഇത്രയും മക്കളെ എനിക്ക് പോറ്റി വളർത്തണ്ടേ, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. അതിനെന്താണ് വഴി? മഹാനവറുകൾ ചെയ്യുന്നത്, മുസല്ല എടുത്തുകൊണ്ട് മരുഭൂമിയിലേക്ക് വിരിച്ച് നിസ്കാരം തുടങ്ങി. 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി. തൊഴിലാളിയോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, അള്ളാഹു മഴ തന്നോളൂ. നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്തു പോയി. അതാ നല്ല മഴ ലഭിച്ചു, വരുമാനത്തിനൊരു കുറവും ഇല്ല. കായ്ക്കനികളിൽ അല്ലാഹു തആല വരുമാനം തരും. അതിന് നല്ല ബറക്കത്തുണ്ടാകണമെങ്കിൽ നിസ്കാരം കൂടിയേ തീരൂ. നിസ്കാരത്തിലൂടെ എല്ലാ ബറക്കത്തുകളും അല്ലാഹു തആല തരും. ഐശ്വര്യവും സമൃദ്ധിയും അല്ലാഹു ഏറ്റി തരും. അതുകൊണ്ടല്ലേ കച്ചവടം ചെയ്തിട്ട് വലിയ ലാഭം കിട്ടിയവരാണ് സ്വഹാബിമാര്. അവരെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഒരൊറ്റ ജമാഅത്തും പോലും മുടക്കൂല. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാ. എത്ര വലിയ ഏർപ്പാടും എത്ര വലിയ കച്ചവടവും സംഘടിത നിസ്കാരത്തിൽ നിന്ന് അവരെ ശ്രദ്ധ മാറ്റൂല. അവിടെ കച്ചവടം ചെയ്യുമ്പോൾ ജമാഅത്തിന്റെ ടൈമായാൽ അതിന് പങ്കെടുക്കുന്നു. ബിസിനസ് നടത്തുന്ന ആളത് നിർത്തിയിട്ട് ജമാഅത്തിൽ പങ്കെടുക്കുന്നു. യാതൊരു തടസ്സവും അതിനില്ല. അതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് നൽകിയ ഐശ്വര്യങ്ങൾ എത്രയാണ്. നയാ പൈസ കയ്യിലില്ലാതെ മദീനയിലെത്തിയ ആളുകൾക്കും അല്ലാഹു സമൃദ്ധി ഇഷ്ടം പോലെ നൽകിയിട്ടുണ്ട്. നിസ്കാരം വളരെ മുഖ്യമായ ഒരു കാര്യമാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് ഉപ്പമാരോട് കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ, നിസ്കാരത്തിന്റെ ശിക്ഷണം കുറക്കരുത്. നിസ്കാരത്തിൽ നല്ല ശിക്ഷണം വേണം. മക്കളെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കണ്ണ് എപ്പോഴും വേണം. അവരത് ശീലമാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാതെ നിസ്കരിക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തുന്ന പക്വത എത്തുന്നത് വരെ ആ വിഷയം ഒന്നങ്ങനെ വീക്ഷിക്കണം. ഒരു കണ്ണ് എപ്പോഴും അങ്ങോട്ട് വേണം. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മാത്രം പോരാ. നിസ്കരിക്കുന്ന കുടുംബമാകണം നമ്മളെ മൊത്തം കുടുംബം. ആണും പെണ്ണും സഹോദരങ്ങളും മരുമക്കളും അടക്കം നിസ്കരിക്കുന്നവരാകണം എല്ലാവരും. എന്നാൽ അല്ലാഹു തആല നൽകുന്ന ബറക്കത്തിന് കയ്യും കണക്കുമില്ല. അപ്പൊ ജോലിക്ക് പോകുന്ന ആള് ജോലി പോകണം, ഇടയിൽ നിസ്കരിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ 3 മണിയാകുമ്പോഴേക്ക് 2 മണിയാകുമ്പോഴേക്ക് പണി കഴിഞ്ഞു. 6 മണിക്കൂറും 5 മണിക്കൂറും ചിലതൊക്കെ 4 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ ആളുകളെ കിട്ടുള്ളൂ, അങ്ങനെ മതി, ഇരിക്കട്ടെ, ആ ജോലി കഴിഞ്ഞ്
കഴിഞ്ഞു വന്നാൽ പിന്നെ എന്താണ് പണി? വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് സമയം കളയരുത്, സമയം കൊന്നു കളയരുത്. അവിടെ നിന്ന് വന്ന് നിങ്ങളെ വീട്ടിന്റെ അടുത്തെത്തുമ്പോ വീട്ടു വളപ്പിൽ വല്ലതും വെച്ചു പിടിപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ലതാണ്, നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. നല്ല പച്ചക്കറികൾ ഉണ്ടാക്കുക, അതിന് കുറച്ച് ടൈം അവിടെ കൊടുക്കുന്നത് അതും സുന്നത്താണ്. നല്ല നീയത്തോടുകൂടെ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം വീട്ടിലേക്കുള്ള വസ്തുവകകൾ വാങ്ങി വരുന്നതിന് വേണ്ടി നമ്മൾ അങ്ങാടിയിലേക്ക് പോകുന്നു. ആവശ്യക്കാരെയും മറ്റൊക്കെ കണ്ടിട്ടൊന്ന് പരിചയം പുതുക്കുന്നു, സലാം പറയുന്നു, കഴിവിന്റെ പരമാവധി ജമാഅത്തിൽ സംബന്ധിക്കുന്നു. അതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകുന്നു. സമയം ഒന്നും വേസ്റ്റ് ആകാതെ കൃത്യമായി നമ്മുടെ സമയത്തിൽ ഓരോന്നിനും തർത്തീബുണ്ട്. അമല് മുടങ്ങുന്നില്ല. മഗ്രിബോടുകൂടെ നമ്മുടെ എല്ലാ വർക്കുകളും തീർന്നു കഴിഞ്ഞാൽ പറ്റുന്ന സഹോദരങ്ങളും സഹോദരിമാരും മഗ്രിബിന് ശേഷം ഇശാ വരെ, അല്ലെങ്കിൽ ഇശാ ബാങ്ക് കൊടുത്തിട്ട് കുറച്ച് ടൈം വരെയും നല്ല ഇബാദത്തുകളിലായി നമ്മുടെ സമയം വിനിയോഗിക്കണം. എപ്പോഴും പൊതുവാർത്തകളിൽ മാത്രമായി ഒതുങ്ങരുത്. ദേശീയ അന്തർദേശീയ കാര്യങ്ങൾ കേൾക്കുന്നതിൽ മാത്രം സമയം കളയരുത്. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വാർത്ത കേട്ടിട്ട് തീരാത്ത വല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവര് പ്രധാനമന്ത്രിയുടെയും അപ്പുറത്താണ് തോന്നിപ്പോകും. കാരണം ഒരു ചാനലിൽ വാർത്ത കേട്ടാൽ അടുത്തത് തുറക്കും, അത് കഴിഞ്ഞാൽ അടുത്തത് തുറക്കും. എല്ലാം ഒരു മോഡൽ തന്നെയാ പറയുന്നത്. പിന്നെയും 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 സമയം കളയുകയാണ്. കേൾക്കേണ്ട ഒരു പരിധിക്കനുസരിച്ച് കേട്ട് നിർത്തുക എന്നതിന് ശേഷം. പഴയ കാലത്ത് അങ്ങനല്ലേ? പഴയ കാലത്ത് റേഡിയോയിൽ വാർത്ത കേട്ടാൽ ആ വാർത്ത കഴിഞ്ഞാൽ നമ്മൾ വെല്ലിപ്പാറൊക്കെ ഒറ്റ ഓഫാക്കണം, അല്ലെ? പിന്നെ സമ്പതി വാർത്ത സൂയി എന്താ അതൊന്നും കേൾക്കാൻ നിൽക്കില്ല, കാരണം കേട്ടാൽ അവർക്ക് തിരിയില്ല. അതുകൊണ്ട് അത് പതുക്കെ നിർത്തിയിട്ട് പിന്നെ അടുത്ത പണി തുടങ്ങി. വാർത്തകൾ അറിയാം, നാട്ടിന്റെ വാർത്തകൾ അറിയാം, അതൊക്കെ അറിഞ്ഞിട്ട് നിർത്തും. ഇപ്പൊ അങ്ങനല്ല. ഇപ്പതങ്ങനെ തുറന്ന് അപ്പുറത്തെത്തി അതിന്റെ അപ്പുറത്തെത്തിയാൽ പിന്നെ അതിന്റെ പിന്നാമ്പുറങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാം. അപ്പൊ പിന്നെ കാണാൻ പറ്റാത്തും കേൾക്കാൻ പറ്റാത്തൊക്കെ അതിന്റെ പിന്നാലെ എങ്ങനെ വന്നാ അത് തിരക്കടില്ല, അത് കുറച്ചേരം കാണും, ഏതായാലും ഇത് പൈസ കൊടുത്ത് കൊടുന്നിച്ചില്ലേ എന്ന് നിലക്കാകാൻ പാടില്ല. ആ പരിധിയിൽ പരിമിതിയിൽ അവിടെ നിന്ന് ഉറച്ചു നിന്ന് പിന്നെയുള്ള ആ സമയം നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ആ നന്മകളിൽ മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള ഏറ്റവും വലിയ നന്മയാണ് ഖുർആനോത്ത്. ഖുർആനോത്തിന് വേണ്ടി സമയം ചെലവഴിക്കണം. 7 സൂറത്തുകൾ എന്നും പതിവായി ഓതുന്ന ആളുകൾക്ക് വലിയ സംരക്ഷണമുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും വലിയ നേട്ടമുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, സൂറത്തുർ റഹ്മാൻ ഓതുന്ന ആൾക്ക് പകലാണ് ഓതുന്നതെങ്കിൽ രാത്രി വരെ, രാത്രിയാണ് ഓതുന്നതെങ്കിൽ പകൽ വരെ 50,000 മലക്കുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. സൂറത്തുർ റഹ്മാൻ ഓതാൻ കുറഞ്ഞ നേരമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നാളെ പോയി കിടക്കുന്ന ഖബറിലേക്കുള്ള വരവാണ് സൂറത്തുൽ മുൽക്കും സൂറത്തു സജ്ദയും. രണ്ടും 30 ആയത്തുകളാണ്. രണ്ടും ഓതാതെ ഒരു ദിവസവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ മുതലാക്കേണ്ടതാണ് ആ സമയം. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തീർക്കരുത്. വൈകുന്നേരമാകുമ്പോ സമയം കഴിഞ്ഞ് നാളെ തുടങ്ങാം. ഇന്ന് ശീലമാക്കാത്തതിലേക്ക് നാളെ നമ്മളെയുണ്ടോ വലിച്ചാ കിട്ടുന്നത്. പിന്നെ നമ്മൾ പറയും പിറ്റേന്നാകാം പിറ്റേന്നാകാം പിറ്റേന്നാകാം. എന്തെങ്കിലും ഒരു മുടക്കം നമുക്ക് ശരീരത്തിൽ വന്നാൽ നമ്മളതൊക്കെ ആഗ്രഹിച്ചിട്ട് പറയും ഇപ്പത് ചെയ്താൽ മതിയായിരുന്നു, മുമ്പ് ചെയ്യാൻ സമയം കിട്ടിയിരുന്നു, പക്ഷേ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴാണ് ആഗ്രഹം. എപ്പോ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ചെയ്യാൻ ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും നല്ല സമയവും സംവിധാനവും അല്ലാഹു തആല തന്നപ്പോ അപ്പോഴാണ് ഇഷ്ടം പോലെ നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. അതുകൊണ്ട് ജോലി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സമയം, പഴയ കാലത്തൊക്കെ മഗ്രിബ് മുതൽ ഇശാ വരെ പള്ളിയിൽ തപസ്സിരിക്കുന്ന ആളുകളെ കാണാം. മഗ്രിബ് മുതൽ ഇശാ വരെ കുറഞ്ഞ ടൈമേ ഉള്ളൂ. മഗ്രിബ് നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞാൽ തന്നെ 10-20 മിനിറ്റ് കഴിയും. ആ ജമാഅത്തും ദിക്റും ദുആ കഴിഞ്ഞ് സുന്നത്തോ കഴിയുമ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞു. പിന്നെ കഷ്ടിച്ച് ഒരു മണിക്കൂർ തികയൂല, അത്ര ഉണ്ടാവുള്ളൂ, അല്ലെ? ശവാൻ കൊടുക്കാൻ കുറഞ്ഞ ടൈമിൽ ഉണ്ടാവും. ആ ഒരു സമയമെങ്കിലും ഒന്ന് പിടിച്ചിരുത്താനുള്ള കഴിവ്. നമ്മളെ ജീവിതത്തിന്റെ ടൈം ടേബിളാണ് ഈ പറയുന്നത്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലുള്ള ആ ഒരു സംഗതി. ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് ഒരു പള്ളിയിൽ കയറി, നല്ല സ്വലാത്ത് നടക്കുന്നു അവിടെ. പക്ഷെ ഉൾഭാഗം കണ്ടപ്പോൾ വലിയ സങ്കടമായി പോയി. ഇപ്പുറത്ത് 4-5 പീടികയിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും, അത്ര ആള് പോലും പള്ളിക്കകത്തില്ലല്ലോ എന്നുള്ള സങ്കടം.
പീഡികത്തിണ്ണയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒക്കെ മുത്തുമൂമിനിങ്ങൾ തന്നെയാണ്, തലമറിച്ച് നല്ല റാഹത്തിൽ വർക്കത്തിലായിരിക്കുന്നത്. ചായ കുടിക്കാനാ ഞാൻ അവരെ കേട് പറയണമെന്നില്ല. പക്ഷെ പഴയ കാലത്തൊക്കെ നോക്ക് നിങ്ങൾ, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? ഉണ്ട്. മഗ്രിബിന് പള്ളിയിലേക്ക് വന്ന് ഇശാവും കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പോകുന്ന ഒരു സ്വഭാവം ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ സ്വഹാബത്തിന്റെ കാലത്തുണ്ട്. മഗ്രിബിന് നിസ്കാരക്കുപ്പായം ഇട്ടവിടെ ഇരുന്ന് ദിക്റും ഖുർആനിലോത്തും മുഴുകിയിട്ട് ഇശാ നിസ്കാരവും സുന്നത്തും കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് പോരുന്നൊരു സ്വഭാവം ഉമ്മമാർക്കും ഉമ്മാമ്മമാർക്കുണ്ട്. ഏത് കാലത്തെന്നറിയോ? സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വളരെ പരിമിതമായ കാലത്ത്. ഇന്ന് ഇഷ്ടംപോലെ ഉപകരണ സൗകര്യങ്ങളാണ്. വൈകുന്നേര സമയത്ത് ഒരൊറ്റ മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടൊരു സഹോദരി വിചാരിക്കുകയാണെങ്കിൽ, ഒരു വീട്ടിൽ 2-3 ആൾക്കാരുണ്ടാകുമല്ലോ, ചിന്തിക്കുകയാണെങ്കിൽ ഭക്ഷ്യവസ്തുക്കളെല്ലാം റെഡിയാക്കി വെക്കാൻ കഴിയും. ഒരു 1.5 മണിക്കൂർ എടുത്താൽ, അസർസ്കാരം കഴിഞ്ഞാലുണ്ടല്ലോ 2 മണിക്കൂറും ചില്ലറും സമയമുണ്ടല്ലോ, ഒരു 1.5 മണിക്കൂർ കൃത്യമായിട്ട് കഴിയും. അപ്പൊ പിന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ കുട്ടികളുടെ ഓത്ത് ശ്രദ്ധിക്കാനും ഇബാദത്തുകൾ നിർവഹിക്കാനും ദിക്റുകൾ ചൊല്ലാനും സ്വലാത്തുകൾ ചൊല്ലാനും ഒക്കെ സമയം കിട്ടും. എല്ലാറ്റിനും സമയം കിട്ടും. കൂട്ടി നോക്കുമ്പോ നമ്മുടെ ആയുഷ്കാലത്ത് വളരെ കുറഞ്ഞ കാലം മാത്രമേ പലർക്കും ലഭിക്കുന്നുള്ളൂ. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇദാ അശൽ ഫതാ 60 ആമാ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. 60 കൊല്ലം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ 30 കൊല്ലം അതിൽ രാത്രിയാണ്. 30 കൊല്ലം രാത്രി അങ്ങനെ മായ്ച്ചു കളയുകയാണ്, തീരുകയാണ്. പിന്നെയോ ബാക്കിയുള്ള 30ന്റെ 15 കൊല്ലം ബാല്യവും കൗമാരവുമായിട്ട് അങ്ങനെ തീരുന്നു. മൊത്തം 45 കൊല്ലമായി. പിന്നെ ഒരു 10 കൊല്ലമോ വിവാഹവും വിവാഹാനന്തര ജീവിതത്തിന്റെ ചുറ്റുപാടുകളിലുമായി നീങ്ങുന്നു. അവസാനത്തെ ഒരു 5 കൊല്ലമോ രോഗഗ്രസ്തനായി കിടക്കുന്നു. ആ അവസാനത്തെ 5 കൊല്ലത്തിൽ അവൻ ആഗ്രഹിക്കുന്നു, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം. പക്ഷേ കഴിയുന്നില്ല, അവനെ കൊണ്ടതിന് സാധിക്കുന്നില്ല. അവന് സഹായത്തിന് ആളെയും കിട്ടുന്നില്ല. ആരോഗ്യമുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോയി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഹത്താ ഇദാ ബലഗ അശുദ്ധഹു. നല്ല പക്വതയുള്ള ടൈം വരുമ്പോൾ, നല്ല പക്വതയുള്ള പ്രായം വരുമ്പോ, ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവിടെ കൊടുത്ത പ്രായം എത്രയാണെന്നറിയോ? 18 ആണ്. 18 അവിടെ കൊടുത്ത പ്രായം. 18 എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 18ാമത്തെ വയസ്സിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടി ഷാമിലേക്ക് ഒരു യാത്ര പോകുന്നു. ഷാമിലേക്ക് പോകുന്ന യാത്രാമധ്യേ ഒരു മരച്ചുവട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. വിശ്രമത്തിന് വേണ്ടി ഇരുന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളൊന്ന് വിശ്രമിക്കാൻ വേണ്ടി കടന്നപ്പോ പരിസരങ്ങളൊക്കെ നോക്കാനും ആളുകളൊക്കെ പരിചയപ്പെടാനും ഒന്ന് നീങ്ങി. അപ്പൊ കുറച്ചകലെ ഒരു പണ്ഡിതനുണ്ട്, ഒരു പുരോഹിതനുണ്ട്. പഴയകാല ഗ്രന്ഥങ്ങളിൽ പഠനം നടത്തിയൊരു പുരോഹിതനുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, ആ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന വ്യക്തി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് ചെറിയ പ്രായമാണ്, വയസ്സ് കൂടുതലായിട്ടില്ല, 40 വയസ്സെത്തിയിട്ടില്ല. അതിനു മുമ്പ് നടന്ന സംഭവമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 18 വയസ്സാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 18 വയസ്സുണ്ടാകുമ്പോ നബി തങ്ങൾക്ക് എത്ര വയസ്സുണ്ടാകും? 20 വയസ്സ്. 2 വയസ്സല്ലേ പ്രായം കുറവുള്ളത്? തങ്ങളെക്കാളും 2 വയസ്സ് പ്രായം കുറവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. ആ പ്രായത്തിലാണ് ഈ ഒരു യാത്ര നടത്തുന്നത്. ആരാണ് അവിടെ വന്ന് വിശ്രമിച്ചത്? പുരോഹിതൻ ചോദിക്കുന്നു. അത് മക്കയിലുള്ള അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായ അബ്ദുല്ലാഹിയുടെ പുത്രനായ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ പുരോഹിതൻ പറഞ്ഞു, അവിടെ വന്ന് താമസിച്ച ആള് അവസാനത്തെ നബി ആയിരിക്കാൻ സാധ്യതയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെന്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഈ സംസാരങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ വിശ്രമിക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ് പുരോഹിതനോട് സംസാരിക്കുന്നത്, പണ്ഡിതനോട്. എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഈ മരച്ചുവട്ടിൽ ഇതിനു മുമ്പ് ഇരുന്ന ഒരാള് ഇരുന്നു എന്ന് രേഖപ്പെടുത്തിയത് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം അവരാണ്. അമ്പിയാക്കൾ മാത്രം ഇരുന്ന ഒരു മരത്തിന്റെ ചുവടാണിത്. ഇവിടെ സാധാരണ വേറെ ആരും ഇരിക്കാറില്ല. അതുകൊണ്ട് നിങ്ങളല്ലല്ലോ ഇരുന്നത് ആ മഹാദേഹമല്ലേ, മഹാനവറുകളല്ലേ ഇരുന്നത്. അതൊരു നബിയാണ്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു പറച്ചിൽ അങ്ങനെ തന്നെ മനസ്സിൽ സൂക്ഷിച്ചു. മഹാനവറുകൾക്ക് കിട്ടിയ ഒരു മാർഗദർശനം നിൽക്കത് സൂക്ഷിച്ചു. നല്ല പക്വതയുള്ള പ്രായം വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചു. ഒട്ടും അമാന്തിച്ചു നിന്നില്ല, തെളിവ് കിട്ടാൻ വേണ്ടി കാത്തു നിന്നില്ല. നല്ല പക്വതയുടെ പ്രായം വന്നപ്പോ, അഥവാ 38 വയസ്സായപ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇപ്പോ 40 ആയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു. തങ്ങളോടൊപ്പം നടക്കുന്ന ഒരു യാത്രയിൽ കിട്ടിയ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ധാരാളമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. നമ്മളും നല്ല സമയം വരുമ്പോ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിക്കുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ പിറകിൽ ജീവിക്കുന്ന മക്കളുണ്ട്, പേരമക്കളുണ്ട്, അവരും കൂടി നന്നാകാനാണ് അള്ളാഹുവിനോട് ഈ ദുആ നടത്തുന്നത്. റബ്ബി ഔസിനി 40 വയസ്സെത്തുമ്പോ, അല്ലെങ്കിൽ പക്വതയുടെ പ്രായമെത്തുമ്പോ, പക്വതയുടെ പ്രായം എന്ന കണക്കിലാണെങ്കിൽ 18 ആകുമ്പോഴേക്ക് തന്നെ ദ്വാർക്കണം. അതിനിപ്പുറത്തൊരു ബലഗ 40 സന, 40 വയസ്സ് പ്രായമെത്തുമ്പോൾ എന്ന് പറഞ്ഞു, അത് പക്വതയിലെത്തുന്ന പ്രായമെന്ന് തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഒരു പ്രായമാണ്. ഏറ്റവും നല്ല പക്വതയുടെ പ്രായമാണത്. അള്ളാഹുവിനോട് പറയുന്നത്, റബ്ബേ ഔസിഇനി, എനിക്ക് നീ തോന്നിപ്പിക്കണം, എന്നെ നീ പ്രേരിപ്പിക്കണം, എന്റെ മനസ്സിൽ നീ ആഗ്രഹം ഇട്ട് തരണം. എന്തിന്? അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളില്ലേ, എനിക്ക് മാത്രമായി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നീ തന്ന അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നിനക്ക് നന്ദി ചെയ്യാൻ എനിക്ക് തോന്നിപ്പിക്കണേ അല്ലാഹ്. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണത്. ആ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നിനക്ക് നന്ദി ചെയ്യണം. അത് എനിക്ക് നീ ആഗ്രഹം തരണം, എനിക്ക് നീ തൗഫീഖ് തരണം, എനിക്ക് നീ സന്ദർഭങ്ങൾ തരണം, എന്റെ മനസ്സിൽ അതൊന്ന് നീ ഇട്ട് തരണം, ആ ഒരു ചിന്ത തരണം. വഅലാ വാലിദയ്യ, എനിക്ക് മാത്രമല്ല എന്റെ മാതാപിതാക്കൾക്കും നീ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ പലതും ഞാൻ കൈക്കലാക്കിയിട്ടുണ്ട്. എനിക്കും അതിൽ നിന്ന് ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് നീ കൊടുത്ത അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു മെമ്പറാണ് ഞാൻ. അതിൽപ്പെട്ട വേറൊരു മെമ്പറാണ് എന്റെ ജേട്ടൻ, വേറെ ഒന്നാണ് എന്റെ അനുജൻ, വേറുള്ളവരാണ് എന്റെ സഹോദരിമാര്. അതൊക്കെ എന്റെ മാതാപിതാക്കൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്കും നിനക്ക് നന്ദി ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് തരണം, എനിക്ക് നീ ആഗ്രഹം തരണം. അത് വല്ലാത്തൊരു ദുആയാണ്, നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു ദുആയാണ്. സൂറത്തുൽ അഹ്ഖാഫിലുള്ള ഈ ആയത്ത് നമ്മളൊക്കെ ചൊല്ലി പഠിക്കേണ്ട ഒരു ദുആയാണ്. എന്നിട്ട് പിന്നെ പറയുന്നത്, വഅൻ അഅമല സ്വാലിഹൻ തർളാ, നീ തൃപ്തിപ്പെടുന്ന സുകൃതം ചെയ്യാൻ എനിക്ക് നീ അവസരം തരണം. ഇതല്ലേ വേണ്ടത്? അള്ളാഹുവിന്റെ തൃപ്തിയുള്ള അമൽ നമ്മൾ ചെയ്യണ്ടേ? അങ്ങനെയാണ് ചോദ്യം. വഅൻ അഅമല സ്വാലിഹൻ തർളാ, എന്തെങ്കിലും ചെയ്താൽ പറ്റൂല, നീ തൃപ്തിപ്പെടുന്ന അമൽ എനിക്ക് ചെയ്യണം, അതിന് നീ എനിക്ക് തൗഫീഖ് തരണം. അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന അമൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മറ്റുള്ളവരുടെ കാഴ്ചയിൽ വേറെ ആയിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ കാഴ്ചയിൽ വേറൊന്നായിരിക്കും. അള്ളാഹു തൃപ്തിപ്പെടുന്ന അമല്, നീ പൊരുത്തപ്പെടുന്ന പ്രവർത്തനം ചെയ്യാൻ, നല്ല അമല് ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് തരണം. അത് മാത്രം പോരാ, വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ എനിക്ക് നീ നന്മ തരണം, എന്റെ സന്താനങ്ങളിൽ എനിക്ക് നീ സ്വലാഹിയത്ത് നൽകണം, എന്റെ മക്കളുടെ ലാഹിറും ബാത്തിനും നീ നന്നാക്കി തരണം, എന്റെ മക്കളെയും നീ സ്വാലിഹാക്കി തരണം. ഈ ചോദ്യം ബാപ്പയും ഉമ്മയും നല്ലവരാകാനും, മക്കൾ നല്ലവരാകാനും, പേരക്കുട്ടികൾ നല്ലവരാകാനും അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതാദ്യമായി ദുആ ചെയ്തത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് തഫ്സീറിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനവറുകളുടെ വിഷയത്തിലാണ് ഈ ഭാഗം ആയത്തിറങ്ങിയത് എന്ന് കാണാം. ഇമാം ഖുർത്തുബി തങ്ങളടക്കമുള്ള മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മകനും അതുപോലെ തന്നെ പേരക്കുട്ടിയും ബാപ്പയും ഉമ്മയും എല്ലാവരും സ്വഹാബിമാരായി എന്നുള്ളൊരു ശ്രേഷ്ഠമായ പദവി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല നൽകിയൊരു മഹത്വമാണത്. സ്വഹാബിമാരിൽ പലർക്കും അതില്ല. എന്താ? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാര അബൂ ത്വാലിബ് സ്വഹാബിയാണോ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഉപ്പാരാണ് അഫ്ഫാൻ സ്വഹാബിയാണോ? അല്ല.
ഉമർ റളിയല്ലാഹുവിന്റെ ഉപ്പ ഖത്താബ് സഹാബിയല്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഉപ്പ അഫ്ഫാൻ സഹാബിയല്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂ ഖുഹാഫ ഉസ്മാൻ എന്ന പേരുള്ള മഹാൻ സഹാബിയ. ഉമ്മ ഉമ്മുൽ ഖൈർ സൽമ എന്ന പേരുള്ള ഉമ്മ സഹാബിയത്താണ്. ഭാര്യയും സഹാബി, മക്കളും സഹാബിമാര്, പേരക്കുട്ടിയും സഹാബി. എന്തൊരു ബഹുമാനാണ്. ആൾക്കാർ പറയില്ലേ, വല്യാപ്പി മൂലേര്, പാപ്പി മൂലേര്, മക്കളും മൂലേര്, പേരക്കുട്ടികളും മൂലേര്. എന്തൊരു സന്തോഷാണത്. നമ്മൾ ഈ മാസം അനുസ്മരിക്കുന്ന കൂട്ടത്തിൽ വലിയൊരു മഹാനാണ് ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ്, അള്ളാഹു ദർജ കൊടുക്കട്ടെ. പാപ്പാരെ കൂട്ടത്തിൽ എത്ര വലിയ ആലിമീങ്ങൾ, മക്കള് മൂല്യന്മാർ, വലിയ വലിയ ആലിമീങ്ങൾ. അവരെ മക്കളോ അവരും മൂല്യന്മാർ, അവരെ മക്കളോ അവരും മൂല്യന്മാർ. സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു സന്തോഷല്ലേ, എന്തൊരു റാഹത്താണത്. അള്ളാഹു തആല അവർക്കൊക്കെ വലിയ ഉയർച്ച കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു ദർജ കൊടുക്കട്ടെ. അത് വലിയൊരു പദവിയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന് ആ പദവി കിട്ടി മക്കാ വിജയത്തിന്റെ അന്നാണ്. ഉപ്പ വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്ന് ഷഹാദത്തിലും ചെല്ലുന്നത്. സഹാബിമാരെ മനസ്സിലൊക്കെ വല്ലാത്ത ഒരു കുളിര്. എന്തൊരു ഭാഗ്യാണ് കിട്ടിയത്. ഉമ്മ നേരത്തെ വന്നിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന് മക്കയിൽ വെച്ച് ഒരു വലിയ പ്രഭാഷണം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതപ്രകാരം മത്താഫിൽ വെച്ച്. വിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ഒരു പ്രഭാഷണം. ആ ഖുതുബ നിർവഹിച്ചപ്പോൾ പലരും ഓടിക്കൂടിയിട്ട് മഹാനവറുകളെ തല്ലി. മൂക്കിൽ നിന്ന് രക്തം വന്നു, മഹാനവറുകളെ ബോധം കെട്ട് വീണു. വീട്ടിലേക്ക് മഹാനവറുകളെ കുടുംബക്കാർ മുഴുവനും താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയി. ഗോത്രക്കാര് ഒറ്റയടിക്ക് വന്നിട്ട് പറഞ്ഞു, ഈ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖിന് വല്ലതും സംഭവിച്ചാൽ അടിക്കാൻ വന്ന ആളുകൾക്ക് മുഴുവനും ഞങ്ങൾ പകരം വീട്ടും. ഒരു സാധാ കുടുംബമല്ലത്, മക്കയിൽ വലിയ ഗഡ്സുള്ള കുടുംബമാണ്. എല്ലാവരും പേടിയിലാണ്. ഗോത്രം ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്നാൽ ഒന്നും ചെയ്യാൻ കഴിയൂല. അത്രയും വലിയൊരു ഗോത്രമാണ്. ബോധം തെളിയുന്നത് വരെ ആളുകൾക്ക് സമാധാനമില്ല. ബോധം തെളിയുന്ന സമയത്ത് ഉമ്മ തൊട്ടടുത്തുണ്ട്. ഉമ്മ വല്ലാത്ത സങ്കടത്തിലാണ്. മകൻ ഇങ്ങനെ കിടക്കല്ലേ. ഉമ്മ മകന്റെ മുഖത്തേക്ക് നോക്കുമ്പോ കണ്ണിങ്ങനെ തുറന്നു. കണ്ണ് തുറന്നപ്പോ മോനെ എന്ന് വിളിച്ചപ്പോ വിളി കേട്ടു. വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ബോധം കെട്ട ആൾക്ക് വെള്ളത്തിന് വല്ലാത്ത ദാഹണ്ടാകും. രക്തവും ഒരുപാട് പോയതാണ്. വെള്ളപ്പാത്രവുമായി വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, മാ ഫുഇല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തു പറ്റി? ഞാൻ ഖുതുബ നടത്തുമ്പോൾ തൊട്ടടുത്തായിരുന്നു തങ്ങൾ ഇരുന്നത്. ബോധം കെട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. തങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? മോനെ, അത് അന്വേഷിക്കാം, വെള്ളം കുടിക്കൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളം കുടിക്കൂല, എനിക്ക് ആ വിവരം കൃത്യമായി അറിയണം, എന്നാലേ വെള്ളം കുടിക്കൂ, എനിക്ക് കുടിക്കാൻ കഴിയൂ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സഹോദരി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മ ആരടുത്ത് വന്നിട്ട് പറഞ്ഞു, നബി തങ്ങൾക്ക് വലിയ സന്തോഷാണ്, റാഹത്താണ്, ഒന്നും പറ്റിയിട്ടില്ല. അത് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് സന്തോഷം പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോ, എന്നാ എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് തങ്ങളെ കാണണം, കണ്ടിട്ടേ വെള്ളം കുടിക്കൂ. കൈപിടിച്ചു. സഹായത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. സന്തോഷത്തോടെ വെള്ളം കുടിച്ചു. മകന്റെ ആത്മീയമായ ഈ രൂപത്തിലുള്ള ഈമാനികമായ പരിവേഷം അത് കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞുപോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വല്ലാത്തൊരു ഈമാനാണ്. ഉമ്മാക്ക് നല്ലോണം ബോധ്യായി. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞിട്ടാണ് ഉപ്പ വരുന്നത്. പക്ഷെ ഉപ്പയും സ്വഹാബി ആയല്ലോ. എന്തൊരു ബഹുമാനാണ് കിട്ടിയത്. ആ ബഹുമാനത്തിന്റെ പിന്നിൽ ഈ പ്രാർത്ഥനയാണ് ആധാരം. എന്റെ മോന് വലിയ പ്രശ്നത്തിലാണ്, മോനൊന്ന് നന്നായി കിട്ടണം എന്ന് പറഞ്ഞപ്പോ വലിയൊരു മഹാൻ പറഞ്ഞു, നന്നായി കിട്ടാൻ എന്താ, നിങ്ങൾ ദ്വാരക്കല്ലേ, അള്ളാഹുവിനോ ഉണ്ടോനെ ബക്കറ്റുണ്ടോ? ബക്കറ്റ് എല്ലാവരും കാത്തിരിക്കാണ്. നല്ല സംഭാവന തരാണ്. നിങ്ങളെ പേരെന്താ? സഹില്. ഇന്നലെ നിങ്ങളെ വിളിച്ച്
അല്ല, നിങ്ങൾ വേറെ ആരുണ്ടോ? സഹിൽ. സഹിലിന്റെ കയ്യിൽ എല്ലാവരും നല്ല സംഭാവന കൊടുത്തു. വെള്ളിയാഴ്ച രാവാണ്, നല്ല കട്ടിയിലും കനത്തിലും കൊടുത്തു. മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ആ സംഭാവന കണ്ടിട്ട് അവർക്ക് സന്തോഷം ഉണ്ടാകട്ടെ. എല്ലാവരും നല്ല റാഹത്തോടെ കൊടുക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയാണ് ചൊല്ലിക്കൊടുത്തത്. ആ പ്രാർത്ഥന അർത്ഥം മറക്കാതെ നമ്മളും ചൊല്ലുക. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളിലൊക്കെ സ്ഥാനം പിടിപ്പിക്കുക. റബ്ബി ഔസിനി അന്നഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് അല്ലാഹ്, അതിന് നന്ദി ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് തരണേ. എന്റെ മനസ്സിൽ ആഗ്രഹം തരണേ, എനിക്ക് നീ തോന്നിപ്പിക്കണേ. അള്ളാഹു തോന്നിപ്പിക്കണ്ടേ. അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ ഉണ്ടായിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. ആ ശുക്രിന് ഒരു ബോധം വേണം. നന്ദി ചെയ്യാനും നന്ദി വാക്ക് പറയാനും നന്ദിയോടെയുള്ള മനസ്സിനും ഒരു ബോധം വേണം. അതിന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. നീ തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്, അത് വിശദീകരിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിഅമതകല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ അതെണ്ണി പറയാൻ കഴിയൂല, ഒരാൾക്കും എണ്ണി തീർക്കാൻ കഴിയൂല. ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ കൂട്ടത്തില് ഇത്ര അനുഗ്രഹങ്ങളെ അള്ളാഹു തന്നിട്ടുള്ളൂ എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ കുട്ടിയുമില്ല. അതെത്രയെന്നറിയൂല. നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ അത് വളരെ വലുപ്പമേറിയതാണ്. ഞാൻ എത്ര പേജ് എടുത്ത് എഴുതിയാലും തീർക്കാൻ കഴിയൂല. എത്ര തവണ ഞാനത് പ്രഭാഷണം നടത്തിയാലും തീർക്കാൻ കഴിയൂല. അത്രയും വിശാലമായ അനുഗ്രഹങ്ങളാ നീ എനിക്ക് തന്നത്. സഹോദരങ്ങളെ, ആലോചിച്ചാൽ അങ്ങനെ തന്നെയല്ലേ? തിരിച്ചറിയാനുള്ള വലിയൊരു അടയാളം അള്ളാഹു നമുക്കും ബാക്കി വെച്ചല്ലോ. 10 മക്കളും 10 പേരെയും വേറെ തന്നെ തിരിച്ചറിയാൻ അള്ളാഹു തആല വെച്ച അടയാളമാണ് തള്ളവിരലിലുള്ള ഒരു കോഡ്. ലോക അടക്കം അംഗീകരിച്ച ഒരു കോഡല്ലേ ഇത്. തള്ളവിരലിൽ അള്ളാഹു എന്താണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്? ഓരോരുത്തരെയും വേർതിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ്. മുഖം ഒരു പക്ഷേ മാറിപ്പോയേക്കാം, കാലും കൈയും മാറിപ്പോയേക്കാം. ലിംഗശാസ്ത്ര മാറ്റക്രിയ വരെ വന്ന കാലമാണ്, വന്ന സമൂഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറ്റുന്നൊരു വിഷയമല്ല. പലരും അങ്ങനെയാണ്. അടുത്ത് കർണാടകത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോ എന്നോട് പറഞ്ഞു, അവിടെ പരിസര പ്രദേശം തന്നെ 3 ചെറുപ്പക്കാർ 3 പെണ്ണുങ്ങളായി മാറി. ആണ് പെണ്ണായി മാറി, പെണ്ണ് ആണായിട്ട് മാറി. ഒരു കറാമത്തും അത്ഭുത പ്രതിഭാസമൊന്നും അല്ല. സത്യത്തിൽ അതൊരു ദുരന്തമാണ്. അല്ലാഹു തആല തന്ന ആ ഒരു സൃഷ്ടിപ്പിന്റെ ബഹുമാനം മറ്റൊന്നിനുണ്ടാകൂല. ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും, നമ്മൾ സ്വന്തം ചവക്കുന്ന പല്ലും വേറെ സ്പെഷ്യലായിട്ട് വാങ്ങിയ 35,000 റുപ്യന്റെ പല്ലും, ഏത് പല്ലിനാ കൂടുതൽ ആഫിയത്തും ആരോഗ്യവും ടേസ്റ്റും ഭംഗിന്റെ കുറവും നല്ല വാസനയൊക്കെ ഇതിനാ? അല്ലാഹു തആല തന്ന ആ പല്ലിനോടൊക്കുന്ന ഒരു പല്ലുണ്ടോ? അള്ളാഹു നൽകിയ കണ്ണിനോടൊക്കുന്ന ഒരു കണ്ണുണ്ടോ? അള്ളാഹു നൽകിയ മൂക്കിനോടൊക്കുന്ന ഒരു മൂക്കുണ്ടോ? സഹോദരങ്ങളെ, അത് മാറ്റം വരുത്തിയാൽ ഭംഗി ഉണ്ടാകുന്ന കുറഞ്ഞ കാലം ഉണ്ടാവും. അങ്ങനെ പിന്നെ അതിന്റെ വരും വരാഗകൾ പിന്നീട് നമുക്ക് വായിച്ചെടുക്കാം. ഇസ്ലാമിക ദൃഷ്ടി അത് അനുവദനീയമല്ല, തെറ്റാണ്. പക്ഷെ ആളുകൾ ലക്ഷങ്ങൾ കൊടുത്ത് കോടികൾ കൊടുത്തും ഒരുങ്ങുന്ന ഒരു ഒരുക്കമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞു തീർക്കാൻ കഴിയൂല. നിങ്ങൾ നോക്കി, ഇതന്നെ എത്രമാത്രം വലിയൊരു സൗന്ദര്യമാണ്. എന്തു മാറിയാലും മാറ്റല്ലാതെ നിൽക്കും. ആളെ കണ്ടെത്താനുള്ള വലിയൊരു കഴിവ്. കൈരേഖ നോക്കുന്ന ആള്, വിരലടയാള വിദഗ്ധർ വന്ന് നോക്കുന്നത് ഈ കൈയിന്റെ വലുപ്പത്രണ്ട് മറ്റേത്രണ്ട് എന്നല്ല, അതിൽ പതിഞ്ഞിരിക്കുന്ന ഒരു സീരിയൽ കോഡുണ്ട്. ഇങ്ങനെ പിടിച്ചു തുറക്കുമ്പോൾ ഈ തള്ളവിരലൊരു പ്രസ് ചെയ്യും. ഒരു സാധനം എടുക്കുമ്പോൾ ഈ തള്ളവിരലതിന് ബന്ധമുണ്ട്. കളവെടുക്കാണെങ്കിലും വലിക്കാണെങ്കിലും കൊല്ലാണെങ്കിലും ഒക്കെ പിടിക്കുന്ന ആയുധങ്ങളിൽ ഇത് പകരുന്നുണ്ട്. ആ ഒരടയാളം ചുരുട്ടിപ്പിടിച്ച് വലിച്ചെടുത്താൽ ആളെ ചിത്രം പുറത്തു വരും, ആളെ രേഖ പുറത്തു വരും. എത്ര വലിയൊരു സൗന്ദര്യമാണ് അല്ലാഹു തആല വെച്ചത്. അത് തന്നെ ഈ 5 വിരലുകളെയും ഒരേ വലിപ്പത്തിലല്ലോ അല്ലല്ലോ അല്ലാഹു തആല വെച്ചത്. ഈ കൈപ്പത്തിയുടെ സൗന്ദര്യം നോക്ക് നിങ്ങൾ. ഇത് ഒരേ വലുപ്പത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചെങ്കിൽ അല്ലാഹു അതിന് കഴിവില്ലാത്ത കുറവൊന്നുമില്ല. അല്ലാഹു പറഞ്ഞില്ലേ, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഓരോ വല്ലുകളെയും ഒരേ വലുപ്പത്തിൽ സൃഷ്ടിക്കാനും സംവിധാനിക്കാനും കഴിവുള്ളവനാണ് റബ്ബ്. എന്നിട്ടും അല്ലാഹു തആല 5 വിരലുകളെ 5 രൂപത്തിലും ആകൃതിയിലും
5 രൂപത്തിലും 5 ആകൃതിയിലും അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്നത് എളുപ്പമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 5ഉം ഒരേ വലുപ്പത്തിലാണെങ്കിൽ പല്ല് തേക്കാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ പലതും നമ്മുടെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ പ്രയാസമാണ്. പച്ചക്കറികളും മറ്റുമൊക്കെ ഒരു ബാഗിലായി പിടിച്ചു കൊണ്ടുപോകാൻ പ്രയാസമാണ്. തോട്ടി പിടിച്ച് മുകളിൽ നിന്ന് കായ്കനികൾ വലിച്ചിടാൻ പ്രയാസമാണ്. പല രൂപത്തിലും പ്രയാസമുണ്ട്. കയറ് പിടിച്ചിട്ട് വലിക്കാൻ പ്രയാസമാണ്. 5 എണ്ണവും ഇതേ രൂപത്തിൽ വന്നു. എന്നാൽ 5ഉം ഒരുമിപ്പിക്കാൻ കഴിയുമോ? ഒരുമിപ്പിക്കാൻ കഴിയും, നിവർത്താൻ കഴിയും, കൂട്ടാനും കഴിയും. ഈ 5 എണ്ണവും ഇതേ നിൽപ്പിലാണെങ്കിൽ സഹോദരങ്ങളെ പലതും നടക്കില്ല. അള്ളാഹു വെച്ചിരിക്കുന്നത് ഒരു കുഴഞ്ഞ രീതിയിലാണ്. ഇത് ഒരേ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് സല്യൂട്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ, വേറൊന്നിനും പറ്റൂല, വേറൊരു ഉപകാരത്തിനും അത് പറ്റൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനോ തീർക്കാനോ കഴിയൂല, അത്രയും അധികമുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ടാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശുക്ർ വർദ്ധിപ്പിച്ചത്. ആ ശുക്രിന്റെ മാർഗമായിട്ടാണ് നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലിയത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എല്ലാ ദിവസവും 100 പ്രാവശ്യം ചൊല്ലിയത് അല്ലാഹുവിനോടുള്ള ശുക്റാൻ. ശുക്രിന്റെ ഇസ്തിഗ്ഫാറാണത്. പടച്ചോനെ, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലാ. ആ നിലക്ക് ഞാൻ നിന്നോട് മാപ്പപേക്ഷിക്കുന്നു. അതിനാണ് ആ ഇസ്തിഗ്ഫാർ. അത് ശുക്രിന്റെ ഇസ്തിഗ്ഫാറാണ്. നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന ആളെ ഇസ്തിഗ്ഫാറില്ലേ, എന്റെ മനസ്സ് മാത്രം നിന്നിലേക്ക് തിരിച്ചു നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ്. മനസ്സ് മുഴുവനും തിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അസ്തഗ്ഫിറുല്ലാഹ്. മഹാന്മാരൊക്കെ നിസ്കരിച്ചപ്പോ പുറത്ത് എത്ര ശബ്ദകോശങ്ങൾ ഉണ്ടായിട്ടും അവരറിയാതെ നിസ്കരിച്ചു. അല്ലാ, എനിക്കും നീ ഒരു കൽബ് തന്നിട്ടുണ്ട്, അവർക്കും കൊടുത്ത അതേ സൗന്ദര്യമുള്ള കൽബ് എനിക്കും തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കതിന് സാധിച്ചില്ലല്ലോ. അസ്തഗ്ഫിറുല്ലാഹ്. അവരൊക്കെ ഫാത്തിഹയും സൂറത്തും അത്തഹിയാത്തും വജ്ജത്തും ഒക്കെ ഓതിയപ്പോ മനസ്സ് എങ്ങോട്ടും പോയില്ല. ഖുർആനിന്റെ സൂക്തങ്ങൾ കേട്ടപ്പോ മനസ്സ് അതിലൂടെ തന്നെ പാഞ്ഞുപോയി. എന്റെ മനസ്സ് ഒരു തല മുതൽ മറ്റേ തല വരെ എന്റെ ഭൗതികതയുമായി ബന്ധപ്പെട്ട് പാഞ്ഞു ഉഴഞ്ഞ് ക്ഷീണിച്ച് അവസാനം ഇവിടെ എത്തി. ഇപ്പൊ എത്തി നോക്കുമ്പോ ഇമാമ് മുന്നിലുള്ളത് കൊണ്ട് ഞാനും അത്തഹിയാത്തിലിരുന്നു. ഇമാമില്ലെങ്കിൽ എന്റെ റക്അത്തിന്റെ കണക്ക് എനിക്കറിയൂല. അത്രമാത്രം എന്റെ ബോഡിയിൽ നിന്ന് മനസ്സിന്റെ ശ്രദ്ധ മാറിയിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്. ഇതിനാണ് അള്ളാഹുവിനോട് ആ പാപമോചനം തേടുന്നത്. നിസ്കാരത്തിൽ മനസ്സ് അള്ളാഹുവിലേക്ക് മാത്രമല്ലേ തിരിക്കേണ്ടത്? നിസ്കാരത്തിൽ മനസ്സിന്റെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് മാത്രമല്ലേ കൊടുക്കേണ്ടത്? അങ്ങനെ കൊടുക്കാനുള്ള ഒരു കഴിവ് സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മഹാന്മാരുടെ നിസ്കാരത്തിൽ അത്രയും വലിയ കഴിവുകൾ അവർ ആർജിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ പ്രാർത്ഥനയിലുള്ള ആ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുമ്പോ വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കണം. ചെറിയ രൂപത്തിലല്ല. അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ. എനിക്ക് നീ തന്ന അനുഗ്രഹങ്ങൾ. റബ്ബേ, വീടില്ലാതെ കിടക്കുന്നവരുണ്ട്, എനിക്ക് വീടുണ്ട്. പീഡികത്തിണ്ണയിൽ ഉറങ്ങുന്നവരുണ്ട്, എനിക്ക് വീടുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ തന്നെ ഡൽഹിയിൽ അന്തേവാസികളായ റോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട്, മിക്കവർക്കും വീടില്ല. ബംഗ്ലാദേശിൽ കഴിയുന്ന 6 ലക്ഷം വരുന്ന കുടിയേറ്റക്കാരുണ്ട്, അവർക്ക് വീടില്ലല്ലോ. വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്, വീടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽ തന്നെ എത്ര ഭൂരഹിതരാണുള്ളത്, ഇന്ത്യയിൽ തന്നെ എത്രയാണുള്ളത് കണക്ക് വന്നില്ലേ സഹോദരങ്ങളെ? ഭവനരഹിതരായി കിടക്കുന്ന ആളുകളിൽ നിന്ന് നീ എനിക്ക് വീട് തന്നു അല്ലാ. മഴ കൊള്ളാത്ത വീടാണ്, വെയിലേൽക്കാത്ത വീടാണ്, ചൂടറിയാത്ത വീടാണ്, എയർ കണ്ടീഷൻ റൂമുകളാണ്, വെള്ളം കിട്ടാതെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട്. സുഗമമായ വെള്ളം എനിക്ക് തന്നല്ലോ അല്ലാ. എത്രമാത്രം വലിയ അനുഗ്രഹോരങ്ങളിൽ കഴിയുന്നവർ, കായലോരങ്ങളിൽ കഴിയുന്നവർ ഉപ്പുജലം കുടിച്ചിട്ടാണ്, ഉപ്പുവെള്ളത്തിൽ കുളിച്ചിട്ടാണ് രാവും പകലും തള്ളി നീക്കുന്നതെങ്കിൽ ചെറിയൊരു ഉപ്പിന്റെ രുചി പോലും ഇല്ലാത്ത ശുദ്ധമായ ജലം തന്ന് എന്നെ അനുഗ്രഹിച്ചല്ലോ അല്ലാ.
എത്രമാത്രം വലിയ അനുഗ്രഹമാണ്. ആ വെള്ളം കോരിയെടുത്തായിരുന്നു ഉമ്മാമയും ഉമ്മാമാന്റെ ഉമ്മാമയും കഴിഞ്ഞിരുന്നത്. 4-5 കുടങ്ങളിൽ വെള്ളം കോരി വെക്കും രാവിലെ എഴുന്നേറ്റ്. ഇന്ന് വെള്ളം കോരേണ്ടതില്ല. ഒരു ഭക്ഷണമർത്തിയാൽ 15-20 മിനിറ്റ് കൊണ്ട് 2000 ലിറ്റർ വലുപ്പമുള്ള ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞുപോയി. നീ തന്ന അനുഗ്രഹമാണ് അല്ലാ. വസ്ത്രമില്ലാതെ നടക്കുന്നവരെത്രയാണ്, വസ്ത്രം ധരിക്കാനില്ലാതെ നടക്കുന്നവരെത്രയാണ്. മറക്കാനുള്ള വസ്ത്രം അല്ലാഹുവേ നീ എനിക്ക് തന്നില്ലേ, എന്റെ ബോഡി സൂക്ഷിക്കാനുള്ള വസ്ത്രം നീ എനിക്ക് തന്നില്ലേ. ആ വസ്ത്രങ്ങൾ ഒന്നല്ലല്ലോ, ജോഡികൾ എത്രയാണ് എനിക്കുള്ളത്. ഒരൊറ്റ വസ്ത്രത്തിൽ മാത്രം കഴിഞ്ഞു പോയില്ലേ ജീവിച്ചവരിൽ പലരും. ഒരു നാടിനെ ഭരിച്ചിരുന്ന, ഹിംസ് എന്ന് പറയുന്ന നാടിനെ ഭരിച്ചിരുന്ന ബഹുമാനപ്പെട്ട സഈദ് ബിനു ആമിനുൽ ജുമഹി റളിയല്ലാഹു തആല അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിംസിന്റെ ഗവർണറാണ്. ആകെ ഉണ്ടായിരുന്നത് ഒരു കൂട്ടം വസ്ത്രം മാത്രമാണ്. രാത്രി സമയത്ത് മഹാനവറുകൾ പുറത്തു വരില്ല, രാത്രി സമയത്ത് പുറത്തേക്കിറങ്ങൂല. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ വാതിലടച്ചു കളയും. പിന്നെ സുബഹിക്കേ പുറത്തിറങ്ങൂ. അതും ആഴ്ചയിൽ ഒരു ദിവസം പകലിൽ നിശ്ചിത സമയം ജനങ്ങൾക്ക് മുഖം കൊടുക്കൂല. ചോദിച്ചതിന് കാരണം പറയുന്നത്, അന്നാണ് ആ ആഴ്ചയിൽ ഒരു ദിവസത്തിൽ നിശ്ചിത സമയത്താണ് ഉടുത്തിരിക്കുന്ന വസ്ത്രം അലക്കുന്നത്. അലക്കുന്ന സമയത്തോ മറക്ക് വേണ്ടിയിട്ട് റൂമിന്റെ ഉള്ളില് വാതിൽ കുറ്റിയിട്ട് കഴിയുകയാണ്. ഭാര്യ അലക്കിയ ആ വസ്ത്രം അത് ഉണങ്ങുന്നത് വരെ കതക് തുറക്കൂല. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണത്. ഹിംസ് എന്ന് പറയുന്ന ആ രാജ്യം ഭരിക്കുന്ന ഗവർണറാണ് ബഹുമാനപ്പെട്ട സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവന്റെ അവസ്ഥയാണിത്. നമുക്ക് അല്ലാഹ് തന്ന അനുഗ്രഹങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ടോ? എത്രമാത്രമാണ്. ഉടുക്കാത്ത വസ്ത്രങ്ങൾ ഇപ്പോഴുമില്ലേ സഹോദരങ്ങളെ നമ്മുടെ പെട്ടികളിൽ. അടുത്ത വർഷമാകുമ്പോ റമദാന് കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ നമ്മൾ ഉണ്ടാകുമെന്ന് അറിയില്ല. പക്ഷെ ആ പെരുന്നാളിന് വേണ്ടി തയ്ക്കാൻ കൊണ്ടുവന്നു വെച്ച ഷർട്ടിന്റെ പീസില്ലേ ഇപ്പോഴും? അപ്പെരുന്നാളിന് വേണ്ടി എടുക്കാൻ വേണ്ടി നിശ്ചയിച്ച് മറ്റൊരാൾ തന്ന തുണിയില്ലേ ഇപ്പോഴും? പാന്റില്ലേ ഇപ്പോഴും? ഷർട്ടില്ലേ? തുപ്പിയില്ലേ? പലതുമില്ലേ? അനുഗ്രഹങ്ങൾ എത്ര ധാരാളമാണ്. ഒരൊറ്റ വസ്ത്രത്തിൽ മാത്രം ഇൽമു പഠിച്ച് ആ വസ്ത്രത്തിൽ മാത്രം ഇൽമിന്റെ കാലം മുഴുവനും കഴിച്ചുകൂട്ടി എത്ര ആലിമുകളുണ്ട്. പഠനകാലത്ത് ഒരു ജോഡി വസ്ത്രം മാത്രമേ ഉള്ളൂ. രാത്രിയാകുമ്പോൾ അത് അലക്കിയിടും, സുബഹിയാകുമ്പോ വീണ്ടും എടുത്ത് ധരിക്കും. എത്ര എത്ര ആലിമീങ്ങളാണ്. വസ്ത്രങ്ങൾ 3 കൂട്ടം വസ്ത്രം മാത്രം ജീവിതത്തിൽ ശീലമാക്കിയ മഹാനരായിരുന്നു ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായി ജ്വലിച്ച ഖാമിഉൽ ബിദ്അത്തി വല്ലലാൽ, ബിദ്അത്തിനെയും അന്ധകാരത്തെയും ഉച്ചാടനം ചെയ്യുന്നതിൽ വലിയ തൗഫീഖ് അല്ലാഹു നൽകിയ മഹാനാണ്. 3 കൂട്ടം വസ്ത്രം മാത്രമാണ്. 4ാമത്തെ ഒരു ജോഡി വസ്ത്രം വന്നാൽ 3 കൂട്ടമുള്ളതിൽ നിന്ന് ഒന്നങ്ങ് സ്വതക്ക ചെയ്യും, 3 മാത്രമേ സ്വീകരിക്കൂ. പലപ്പോഴും അത് അലക്കിയിട്ടിരുന്നത് സ്വന്തം കൈകളെ കൊണ്ടാണ്. ട്രെയിന് കാത്തു നിൽക്കുന്ന നേരം വെറുതെ ആക്കൂല. റെയിൽവേയുടെ വക്കുകളിൽ ഉള്ള പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് വേലിയിലോ മറ്റോ ഈ വസ്ത്രങ്ങൾ അലക്കി ഉണക്കിയിടാനിടും. എന്നിട്ട് മഹാനവകൾ ട്രെയിന് വരുമ്പോഴേക്ക് അത് ഉണങ്ങിക്കടി